എന്താണ് ഡേറ്റാ സയൻസ്? നിങ്ങളെല്ലാം ഡേറ്റാ സയൻസ് എന്ന ടേം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബട്ട് എന്താണ് ഡേറ്റാ സയൻസ്? ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതോ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സും പാറ്റേൺസും ഒക്കെ ഡിഫറെൻറ്റ് ടെക്നോളജീസും ടെക്നിക്സും ടൂൾസും ഒക്കെ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഡേറ്റാ സയൻസ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. എന്താണ് ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡ്? മൾട്ടിപ്പിൾ ഫീൽഡ്സ് ചേർന്ന് യോജിച്ച അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത്. ഡേറ്റാ സയൻസിനകത്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയുടെ എല്ലാത്തിൻ്റെയും മെത്തഡോളജീസും ടെക്നോളജീസും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡേറ്റാ സയൻസിൻ്റെ ഹിസ്റ്ററിയാണ്. ഡേറ്റാ സയൻസ് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഡേറ്റാ സയൻസിൻ്റെ കരിയർ ട്രാജക്ടറി എങ്ങനെയായിരിക്കും, ഡേറ്റാ സയൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, ഡേറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നോളജീസ് ഏതൊക്കെയാണ്, എങ്ങനെ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാം, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. സോ വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. ഐ എം സാഹിർ. ആദ്യമായിട്ട് ഡേറ്റാ സയൻസിൻ്റെ ഹിസ്റ്ററി. ഡേറ്റാ സയൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ CF ജെഫു ആണ്. അദ്ദേഹം 1985 ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിൽ നടന്നൊരു കോൺഫറൻസിലാണ് ഡേറ്റാ സയൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിന് പകരമാണ് അദ്ദേഹം ഈ ഒരു പദം ഉപയോഗിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നത്. 1996 വീണ്ടും ഇതേപോലത്തെ ഒരു കോൺഫറൻസിൽ ഡേറ്റ ഉപയോഗം കൂടുന്നുണ്ടെന്നും ഡേറ്റയെ പഠിക്കണമെന്നും ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് മനസ്സിലാക്കണം എന്നൊക്കെ ആ കോൺഫറൻസിൽ കുറച്ചു ഒപ്പീനിയൻസ് വന്നു. അന്നാണ് സത്യം പറഞ്ഞാൽ ഡേറ്റാ സയൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇന്നിപ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെയും ഇക്കണോമിക്സിൻ്റെയും ഹെൽത്ത് കെയറിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാ സയൻസ് എന്തുകൊണ്ടൊരു ബെറ്റർ കരിയർ ഓപ്ഷൻ എന്നുള്ളതാണ്. അതിന് പ്രധാനമായി 2 കാരണങ്ങളാണുള്ളത്. നമുക്കറിയാം, ഒരു 5 വർഷത്തിന് മുമ്പുള്ള ലോകമെടുത്ത് നോക്കിയാൽ അതിനെക്കാട്ടി എത്രയോ മടങ്ങ് ഡേറ്റയാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് അല്ലേ? ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ദിവസം 2.7 ക്വിൻറ്റിലിയൻ ബൈറ്റ്സ് ഓഫ് ഡേറ്റ, അതായത് 2.7 കഴിഞ്ഞിട്ട് 18 പൂജ്യമുണ്ട്. അത്രത്തോളം വലിയ ഡേറ്റയാണ് ഒരു ദിവസം ഹ്യൂമൻ ബീയിങ്സ് ജനറേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ഡേറ്റയിൽ നിന്ന് നമുക്കെന്താണ് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിന് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരം കണ്ടെത്താനാകും. ഈ ഡേറ്റയുടെ യൂസേജ് ഇനി വരുന്ന കാലഘട്ടത്തിൽ കൂടുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് എന്ന കരിയറിൻ്റെയും സ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴും ലോകത്തുള്ള എക്സ്പേർട്സ് പറയുന്നത് ഡേറ്റാ സയൻസ് എന്ന കരിയറിൻ്റെ ഇനിഷ്യൽ സ്റ്റേജസ് മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. 2022 ഇന്ത്യയിലെ കണക്ക് മാത്രം എടുക്കണമെങ്കിൽ ഇന്ത്യയിൽ 3,80,000 വേക്കൻസി കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുണ്ട് ഡേറ്റാ സയൻസിൽ. എന്നിരുന്നാലും അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള 90,000 വേക്കൻസീസ് മാത്രമേ ഫില്ല് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനുള്ളൂ എന്നാണ് ഇവിടുത്തെ എക്സ്പേർട്സ് ആയിട്ടുള്ളവരും കമ്പനീസ് എല്ലാം അവകാശപ്പെടുന്നത്. സോ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ സ്കോപ്പ് ഇനിയും കൂടിക്കൊണ്ടേ വരെയുള്ളൂ. രണ്ടാമതായിട്ട് ഡേറ്റാ സയൻസിന് ഇത്രയും ഒരു ഹൈപ്പ് വരാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ബിസിനസ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഡേറ്റയിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. ഒരു 10 വർഷം എടുത്ത് നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് 90% ഡേറ്റയും ടെക്സ്റ്റാണ്. ബട്ട് ഇന്ന് ഡേറ്റ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിൽ അല്ലെങ്കിൽ അൺസ്ട്രക്ചർഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. ചിലപ്പോൾ അത് ടെക്സ്റ്റ് ആവാം, ചിലപ്പോൾ അത് വീഡിയോ ആവാം, ചിലപ്പം അത് ഓഡിയോ ഫോർമാറ്റ്സിലാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ എന്താണ് ഹ്യൂജ് എമൗണ്ടിലുമായിട്ടാണ് ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ നേരത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ് മതിയായിരുന്നു. ബട്ട് ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ടും അതിൽ നിന്ന് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനുമൊന്നും ഇന്നിപ്പം നിലവിലുള്ള BI ടൂൾസ് ഒന്നും പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഡേറ്റാ സയൻസ് എന്ന മേഖലയ്ക്ക് ഇത്രയും ഹൈപ്പ് വന്നത്. എക്സ്പേർട്ട് അവകാശപ്പെടുന്നത് ഡേറ്റ ഇംപ്ലിമെൻ്റ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ബിസിനസ്സും അടുത്ത 10 വർഷത്തിന് ശേഷം മികച്ച രീതിയിൽ വളരില്ല എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മികച്ച വളർച്ച നോക്കിയ കമ്പനികൾ കാണണം എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെല്ലാം ഡേറ്റ അനലൈസ് ചെയ്യുന്നുണ്ടാവും, ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, അതിൽ നിന്ന് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്തൊരു 10 വർഷത്തിന് ശേഷം നമുക്ക് മേഖലകൾക്ക് അതീതമായി
എല്ലാ മേഖലകളിലും ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ആവശ്യമുണ്ടാകുമെന്നുള്ളതാണ്. സോ നമ്മൾ ഇത്രയും നേരം ഡേറ്റാ സയൻസിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് പഠിച്ചു, ഡേറ്റാ സയൻസിന് എന്തുകൊണ്ട് ബിസിനസ്സുകൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറിയെന്ന് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സാധാരണക്കാരെ നമുക്ക് ഡേറ്റാ സയൻസ് പഠിച്ചതുകൊണ്ടുള്ള നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡേറ്റാ സയൻസ് വഹിക്കുന്നത് ഒരു ക്രിറ്റിക്കൽ റോളാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റാ സയൻസ് എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോബ് സെക്യൂരിറ്റി കൂടുതലായിരിക്കും, കരിയർ ഗ്രോത്തും കൂടുതലായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകണം ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞ മേഖല ഇപ്പോഴും ഇനിഷ്യൽ സ്റ്റേജസിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം ഇംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ ഏതൊരു കാര്യവും തുടക്ക കാലഘട്ടത്തിൽ പഠിച്ച് അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് വിചാരിക്കുന്നതിലതീതമായിട്ടുള്ള ഗ്രോത്ത് ട്രാജക്ടറി അതുവഴി നേടാൻ കഴിയും. മൂന്നാമതായിട്ട് ഡേറ്റാ സയൻസ് പഠിച്ചതുകൊണ്ട് മൾട്ടിപ്പിൾ കരിയർ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് ഡേറ്റ എഞ്ചിനീയർ ആവാം, ഡേറ്റ അനലിസ്റ്റ് ആവാം, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആവാം, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഞ്ചിനീയർ, ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് ആണ് നമുക്ക് ഡേറ്റാ സയൻസ് നൽകുന്നത്. നാലാമതായിട്ടുള്ളതാണ് ഡേറ്റാ സയൻസ് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഒക്കെ ഇടകലർന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അത് പഠിച്ചെടുക്കാനെന്ന് പറയുന്നത് നോർമലി ഉള്ള കാൻഡിഡേറ്റ്സിന് പറ്റില്ല. അല്ലെങ്കിൽ സ്കിൽസ് കാണിക്കാനായിട്ട് നോർമലി ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ലെസ് ആയിരിക്കും ഈ ഒരു മേഖലയിൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഡേറ്റാ സയൻസ് എന്നുള്ളൊരു കരിയർ ഓപ്ഷൻ നേടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വർത്ത് വെയിലായിരിക്കും. ഇനിഷ്യൽ സ്റ്റേജസിൽ നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാം. വേറെ ഏതൊരു മേഖലയെക്കാട്ടിലും വേറൊരു ടെക് കരിയറിനെക്കാട്ടിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ ഇവിടെ എഡ്യൂർ ലേണിംഗിൽ നമുക്ക് ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PG കോഴ്സും നമുക്ക് ഡിപ്ലോമ കോഴ്സസൊക്കെ ഉണ്ട്. അതെല്ലാം ജെയിൻ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഡേറ്റാ സയൻസിൻ്റെ PG കോഴ്സസിന് കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വന്ന 90% ആൾക്കാരും 92% ആൾക്കാരും പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. ആവറേജ് ഒരു 4.5 lakh CTCയിൽ. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ അതിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അടുത്തത് ഡേറ്റാ സയൻസ് എത്ര തരത്തിലുണ്ടെന്നാണ്, ടൈപ്സ് ഓഫ് ഡേറ്റാ സയൻസ് ആണ്. ഡേറ്റാ സയൻസ് ആക്ച്വലി 4 തരത്തിലുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. ഈ 4 രീതിയിൽ നമുക്ക് ഡേറ്റാ സയൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തേത് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഒരു ഡേറ്റയിൽ നിന്ന് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്, എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പൈ ചാർട്ട്സ്, ബാർ ചാർട്ട്സ് അങ്ങനെയുള്ള വിഷ്വലൈസേഷൻ മെത്തഡോളജീസാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. എന്തുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു, ഇതിനു വേണ്ടി നമ്മൾ ഡേറ്റ മൈനിങ് ടെക്നോളജീസ് ഉപയോഗിക്കും. ഡ്രിൽ ഡൗൺ അപ്രോച്ചസ് നമുക്കിതിന് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് കോറിലേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ഭാവിയിൽ എന്ത് സംഭവിക്കാമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന് മെഷീൻ ലേണിംഗ് മെത്തഡോളജീസ് ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫോർകാസ്റ്റിങ്ങും പ്രഡിക്റ്റീവ് മോഡലിങ്ങും പാറ്റേൺ മാച്ചിങ് ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ 4 തരത്തിലുള്ള ഡേറ്റാ സയൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കിയല്ലേ. ഇനി നമ്മൾ ഡേറ്റാ സയൻസിൽ ഡേറ്റയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഡേറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന 3 ടെക്നിക്സ് ആണ് ക്ലസ്റ്ററിങ്, റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഡേറ്റാ സയൻസിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഡേറ്റയെ സ്പെസിഫിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതോ സോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിന് കുറച്ച് ലോൺ ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ഹൈ റിസ്ക് ആപ്ലിക്കേഷൻസ് ഏതാണ്, ലോ റിസ്ക് ആപ്ലിക്കേഷൻസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അതാണ് ക്ലാസിഫിക്കേഷൻ്റെ കീഴിൽ വരും. അതുമല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്ട്സിനെയും സ്ലോ മൂവിങ് പ്രൊഡക്ട്സിനെയും കാറ്റഗറൈസ് ചെയ്യുന്നത് അതും ക്ലാസിഫിക്കേഷനിൽ വരും. രണ്ടാമതായിട്ട് ഉള്ള ടെക്നിക്കാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഡേറ്റാ സയൻസിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒന്നോ അതിലധികമോ ഡേറ്റാ പോയിൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് മാർക്കറ്റിങ്ങിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് 5 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തെ വെതർ ഫോർകാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അടുത്ത വർഷം എന്തായിരിക്കും വെതർ എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ എന്താണ് റിഗ്രഷൻ്റെ കീഴിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. മൂന്നാമതായിട്ട് ക്ലസ്റ്ററിങ്. എന്താണ് ഡേറ്റാ സയൻസിൽ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്? സിമിലർ ആയിട്ടുള്ള
ഡാറ്റകളെ ഗ്രൂപ്പ് ചെയ്ത് പാറ്റേൺസ് അല്ലെന്നുണ്ടെങ്കിൽ അനോമലീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഗൂഗിൾ ന്യൂസൊക്കെ ക്ലസ്റ്ററിങ്ങിൻ്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സിൽ ഒരു പർട്ടിക്കുലർ ന്യൂസ് വരുന്നത് എങ്ങനെയാണെന്ന് ഹെഡ്ലൈൻസ് ഐഡൻറ്റിഫൈ ആയിട്ട് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലോട്ട് അവരെന്താണ് ക്ലസ്റ്റർ ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്. അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരുപോലെ പർച്ചേസ് ബിഹേവിയറുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ക്ലസ്റ്ററിങ്ങിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡേറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഏതൊക്കെയെന്നാണ്. ഡേറ്റാ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്, IoT ഉപയോഗിക്കുന്നുണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? പേര് പോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീൻസിനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു സയൻസിൻ്റെ ബ്രാഞ്ചാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഡേറ്റാ സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സെർവേഴ്സ്, നെറ്റ്വർക്കിംഗ്, ഡേറ്റാബേസ് എന്നിവയുടെ ഓൺ ഡിമാൻഡ് സർവീസാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനുമുള്ള ഫ്ലെക്സിബിലിറ്റി കിട്ടും. മൂന്നാമതായിട്ടുള്ള ടെക്നോളജിയാണ് IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ഡിവൈസിനെയും ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് സിംപിളി ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമുക്കിപ്പം അറിയാം, സ്മാർട്ട് വാച്ചസും അതൊക്കെ എന്താ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഹാർട്ട് ബീറ്റും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് അത് നമുക്കൊരു സെർവറിൽ സ്റ്റോർ ആവുന്നുണ്ട്. ഈ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് ഇത് ഇറക്കിയ കമ്പനികൾക്ക് അറിയാൻ കഴിയും അല്ലേ. സോ ഇതിലൂടെ നമുക്ക് എന്താ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാനും ഡേറ്റ മൈൻ ചെയ്യാനും ഒക്കെയുള്ള ഡേറ്റ ലഭിക്കും IoT ഡിവൈസസിലൂടെ. നാലാമതായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഗ്രോയിങ് ടെക്നോളജിയാണ്. ഇതിലൂടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ലോസിലൂടെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നോളജിയിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അൽഗോരിതംസ് നമുക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റിന് ബിൽഡ് ചെയ്യാൻ കഴിയും. സോ ഇതാണ് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്ന് പറയുന്നത്. അടുത്തായി പറയാൻ പോകുന്നത് 3 steps ടു ബി എ ഡേറ്റാ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ. രണ്ടാമത് ഡേറ്റാ സയൻസ് എന്ന ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏതെങ്കിലും മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്. ഇത്തരത്തിലുള്ള മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എഡ്യൂറുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ നമ്പർ നമ്മുടെ വാട്സപ്പ് നമ്പർ 9746211123 ആണ്. അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് മെൻറ്റേഴ്സുമായിട്ട്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡേറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകാൻ കഴിയും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.